ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ അഖിലാണെങ്കിൽ ജയേഷുമായിട്ട് സംസാരിക്കുകയാണ്. ജയേഷ് ചോദിക്കുകയാണ് നാളത്തെ വിവാഹം നടക്കുമോ എന്ന്. അഖിൽ അപ്പോൾ പറയണം ആകാശം ഇടിഞ്ഞു വീണാലും ശരി നാളത്തെ വിവാഹം ഉറപ്പായിട്ട് നടന്നിരിക്കുമെന്ന് പറയുന്നു. അഖിൽ ഫോൺ വെച്ചതിന് ശേഷം ശ്യാമയ്ക്ക് ടെൻഷൻ ആകുന്നുണ്ട്. ശ്യാമ പറയാണ് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ. അഖിലപ്പോൾ പറയാണ് താനൊന്നും പേടിക്കേണ്ട, നാളെ തൊട്ട് ഞാൻ അഖിലേട്ടനാണ്, അത് വിചാരിച്ച് താൻ കിടന്നുറങ്ങാനെന്ന് പറയുന്നു. പിന്നീട് അടുത്ത ദിവസം രാവിലെ അരുണും ആദിത്യനും കൂടി വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ അച്ഛനും അമ്മയുമാണ്. ശ്യാമയുടെ അമ്മയാണെങ്കിൽ ശ്യാമയുടെ അച്ഛനോട് പറയുകയാണ് എൻ്റെ കുറച്ച് പൈസയുണ്ട്, ഇത് നമുക്ക് ശ്യാമയ്ക്ക് വിവാഹത്തിനായിട്ട് സമ്മാനമായി കൊടുക്കാമെന്ന് പറയുന്നു. ശ്യാമയുടെ അച്ഛൻ ചോദിക്കുകയാണ് ഈ പൈസ എവിടെ നിന്നാണെന്ന്. അമ്മ അപ്പോൾ പറയാണ് വാസുവേട്ടൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തരാറുള്ള പൈസയെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചതാണെന്ന്, ഇതുപോലെ ഒരു നല്ല കാര്യത്തിന് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചതാണെന്നൊക്കെ അമ്മ പറയുന്നു. അതേസമയം അരവിന്ദ് ജയന്തിയുടെ അടുത്ത് ചെന്നിട്ട് വിവാഹത്തിന് പോകാൻ നീ എന്താണ് റെഡിയാകാത്തതെന്ന് ചോദിക്കുന്നു. ജയന്തി അപ്പോൾ പറയാണ് ഞാൻ ഈ വിവാഹത്തിന് വരുന്നില്ല എന്ന്. അരവിന്ദൻ അപ്പോൾ പറയാണ് നീ അങ്ങനെയൊന്നും പറയല്ലോ, ഉറപ്പായിട്ടും വരണം, നിനക്ക് ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ജയന്തി പറയാണ് എനിക്ക് വെള്ളക്കല്ല് വെച്ച് ഒരു കമ്മല് വേണം, അത് നേരത്തെ പറഞ്ഞിരുന്നു, അത് വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അരവിന്ദ് വേറെ വഴിയില്ലാതെ ഒരാഴ്ചയ്ക്കുള്ളിൽ വാങ്ങിത്തരാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജയന്തി കല്യാണത്തിന് വരാമെന്ന് സമ്മതിക്കുകയാണ്. ആദിത്യനും അരുണും വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു. അതിനുശേഷം വസുന്ധരാമ്മ അവിടേക്ക് വന്നിട്ട് പുടവ കൊണ്ടുവെക്കുകയാണ്. ഐശ്വര്യയും അപ്പച്ചിയും എല്ലാം താഴേക്ക് വരുന്നു. അനന്തവർമ്മയാണെങ്കിൽ വസുന്ധരാമ്മയോട് ചോദിക്കുന്നുണ്ട് എല്ലാവരും വന്നല്ലോ, പക്ഷെ അമൃതയെ മാത്രം കാണുന്നില്ലല്ലോ എന്ന്. വസുന്ധരാമ്മ അപ്പോൾ പറയാണ് ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന്. അതേസമയം അഖിലും ശ്യാമയും റെഡിയായിട്ടുണ്ടായിരുന്നു. അഖിലാണെങ്കിൽ ശ്യാമയോട് പറയാണ് ഇന്ന് തന്നെ കാണാൻ നവവധുവിനെ പോലെ തന്നെ സുന്ദരിയായിട്ടുണ്ടെന്ന്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് അഖിൽ സാറിനെ കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്നത് പോലെ തോന്നുന്നു എന്ന്. അഖിലാണെങ്കിൽ താഴേക്ക് പോകാമെന്ന് പറയുന്നു. ശ്യാമ അപ്പോൾ കൃഷ്ണനോട് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ സമയത്ത് ശ്യാമയുടെ കൈ തട്ടിയാണെങ്കിൽ വിളക്ക് താഴെ വീഴുകയാണ്. അത് കണ്ടിട്ടാണെങ്കിൽ ശ്യാമയ്ക്ക് സങ്കടമാകുന്നു. അഖിൽ അപ്പോൾ പറയാണ് ഈ നിസാര കാര്യത്തിനൊന്നും ടെൻഷൻ ആകണ്ട, അത് അറിയാതെ സംഭവിച്ചതല്ലേ എന്നൊക്കെ പറയുന്നു. ശ്യാമ കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് കാത്തോളണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം താഴേക്ക് അഖിലിന്റെ കൂടെ പോകുന്നു. വസുന്ധരാമ ആദിത്യന്റെ റൂമിലേക്ക് ചെല്ലുന്നു. ആദിത്യനോട് ചോദിക്കുകയാണ് അമൃത എവിടെയെന്ന്. ആദിത്യനപ്പോൾ പറയാണ് താഴെ ഉണ്ടായിരിക്കുമെന്ന്. വസുന്ധരാമ അപ്പോൾ പറയാണ് താഴെ ഇല്ലല്ലോ എന്ന്. അപ്പോൾ ആദിത്യൻ പറയാണ് രാവിലെ തൊട്ടേ അമൃതയെ കാണുന്നില്ല, ഞാൻ താഴെ ഉണ്ടെന്നാണ് കരുതിയെന്നൊക്കെ പറയാണ്. വസുന്ധരാമ അപ്പോൾ പറയുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും റൂമിൽ നിന്നും താഴേക്ക് പോകുന്നു. അഖിലും ശ്യാമയുമാണെങ്കിൽ വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷിക്കുന്നു. ആ സമയത്താണെങ്കിൽ വസുന്ധരാമ അവിടേക്ക് വന്ന് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് അമൃതയെ കാണാനില്ല എന്ന്. എല്ലാരും കൂടെ അമൃത എവിടെ പോയെന്നും പറഞ്ഞ് തേടുകയാണ്. എല്ലാ റൂമിലും അമൃതയെ തേടുകയാണ്, പക്ഷെ അമൃത എങ്ങും കാണുന്നില്ല. വസുന്ധരാമയാണെങ്കിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആനന്ദവർമ്മയോട് ചോദിക്കുകയാണ് ഈ കുട്ടി എവിടെ പോയതാണെന്നൊക്കെ. ആനന്ദവർമ്മ ആദിത്യനോട് ഫോൺ ചെയ്യാൻ പറയുന്നു. ആദിത്യൻ ഫോൺ ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് പറയുന്നത്. അഖിലപ്പോൾ ചോദിക്കുന്നുണ്ട് അമൃതേട്ടത്തിയാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമെന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ എന്ന്. ഐശ്വര്യ അപ്പോൾ പറയാണ് കുറച്ച് ദിവസമായിട്ട് അമൃതേട്ടത്തിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ലായിരുന്നു, ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതാണോ എന്നറിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പച്ചി അപ്പോൾ പറയാണ് എനിക്ക് തോന്നുന്നത് അമൃത എവിടെ വിട്ടു പോയതാണെന്നാണ്, എന്തെങ്കിലും കടുകയെ ചെയ്ത് കാണുമെന്നൊക്കെ പറയുന്നു. അപ്പച്ചി പറയുന്നത് കേട്ടിട്ട് അരുൺ വഴക്ക് പറയുകയാണ്. ഐശ്വര്യ ശ്യാമയോട് ചോദിക്കുകയാണ് അമൃതേട്ടത്തി എങ്ങോട്ടാണ് പോയത്, ശ്യാമ കാരണം കുറെ ദിവസമായിട്ട് അമൃതേട്ടത്തി കണ്ണീർ കുടിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയാണ് എനിക്കറിയില്ല എന്നൊക്കെ. അപ്പച്ചി അപ്പോൾ പറയാണ് അമൃത എന്തെങ്കിലും ലെറ്റർ ഒക്കെ എഴുതി വെച്ചിട്ട് ഇവിടെ നിന്നും പോയിട്ടുണ്ടാകുമെന്ന്. ഐശ്വര്യ അത് കേൾക്കുമ്പോൾ പറയാണ് അപ്പച്ചി പറഞ്ഞത് ശരിയാണല്ലോ, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്നു. ശ്യാമ ഒരുപാട് സങ്കടത്തിലാകുന്നു. ആ സമയത്ത് അഖിലാണെങ്കിൽ താൻ വിഷമിക്കേണ്ട, ഒന്നുമില്ല എന്നൊക്കെ പറയുന്നു. ഐശ്വര്യ അമൃതയുടെ റൂമിൽ പോയി എല്ലായിടവും തപ്പുകയാണ്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്